ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈസിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടി ഇട്ടതാണേ. പിന്നെ ബാക്കി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൽ ക്യാപ്സിക്കം എടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾ ക്യാബേജ്, ഒരു തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഒരു സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ പീസ് കടല ഒന്ന് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയുള്ള റൈസാണ് കേട്ടോ. ഇതിൻ്റെ രുചിയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഇതൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്താലോ? അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മളിതാ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പ്, പട്ട, ഒരു ഏലക്കയും കൂടെ ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മുഴുവൻ പെരിഞ്ചീരകം കുറച്ച് മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഈ അരിയില്ലേ, ബസ്മതി റൈസ്, അത് നമുക്കിതിലോട്ടൊന്ന് വെള്ളം വാർന്നൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അരി നന്നായിട്ട് കുതിർന്നുകൊണ്ട് ഉറച്ചങ്ങ് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കില്ല കേട്ടോ. അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗ്രീൻ പീസ് കടല നമ്മൾ കുതിർക്കായിട്ടില്ലേ, അതുകൂടെ ഇതിലോട്ട് ഇടാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുമ്പം ഇതും കടലയും കൂടെ ഒന്ന് വെന്ത് വരും. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചൊന്ന് വെച്ച് വേവിക്കാം. നമുക്ക് ഈ റൈസിന് ആവശ്യത്തിന് നമ്മളിതാ കുറച്ച് സാലഡ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് സവാളയും ക്യാരറ്റും പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള തൈര് കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ സാലഡ് ഇല്ലെങ്കിലും ആ ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാലും കുറച്ച് സാലഡും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. കുറച്ച് പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചൊന്നെടുക്കാം. ചോറ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യും ഓയിലും കൂടെ വീത്തി ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് ഇനി അതിലോട്ട് കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണേ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം സൈസ് ഒരു സവാളയാണ് അരിഞ്ഞത്. അതിലോട്ട് ഒരു 5-6 പച്ചമുളക്. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കാം. കിഴങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിന, രമ്പ എല്ലാം അരിഞ്ഞതൊന്ന് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഉപ്പൊന്നും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മതിയാവും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കാം. നരപ്പൊക്കെ
ചോറ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എന്നാലും ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ കേട്ടോ, ഇടു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പിസ്ത ഷേക്കും കൂടെ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ബൈ.